ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ മൈദ യൂസ് ചെയ്യാതെ ഗോതമ്പ് പൊടി യൂസ് ചെയ്ത് പഴംപൊരി ഉണ്ടാക്കി നോക്കി. എൻ്റെ ആദ്യത്തെ പരീക്ഷണമായിരുന്നു. പിന്നെ ഒരു പഴം മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായി ബൗളിലോട്ട് അരക്കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നീട് നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര. ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് 2 or 3 ഇട്ട് കൊടുക്കാം. പിന്നീട് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചതാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ പൊടിക്കാതെ ഇങ്ങനെ ഇട്ട് കൊടുത്തു, അതാണ് ആ കറുത്ത് കാണുന്നത്. ഇതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് വെള്ളമൊഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക. വെള്ളം അധികം കൂടാനോ കുറയാനോ പാടില്ല. ഈ ഒരു പരുവത്തിലായി കിട്ടണം. ഇതാണ് കറക്റ്റ്. ഈ മിക്സ് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം പഴംപൊരി ഉണ്ടാക്കാം. അതിനുശേഷം പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായതിനു ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം. എൻ്റെ കയ്യിൽ ആകെ ഒരു പഴം ഉണ്ടായുള്ളൂ. ആ പഴത്തിന് ഞാൻ ഇതുപോലെ ചെറിയ പീസുകളാക്കി പൊരിച്ചെടുക്കുകയാണ്. തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിലായിരിക്കണം. ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡ് ആകുമ്പോൾ മറിച്ചിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അങ്ങനെ ഞാൻ ഗോതമ്പ് പൊടി യൂസ് ചെയ്തുണ്ടാക്കിയ പഴംപൊരി സക്സസ് ആയിട്ടുണ്ട്. കഴിച്ചപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.